ഹലോ ഡിയേഴ്സ്, ഇത് എൻ്റെ വീട്ടിലുണ്ടായ അവക്കാഡോ കേട്ടോ. അവക്കാഡോ സാധാരണ വെക്കേഷൻ ടൈമിൽ ജൂൺ ജൂലൈയിലൊക്കെ നാട്ടിൽ പോകുമ്പോഴാണ് പറിക്കാറുണ്ടായത്. ഇതിൻ്റെ സീസണോ ഡീറ്റെയിൽസോ ഇതെങ്ങനെയാണ് വളർത്തുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇതിന് എന്താ കുറേ കെയറിങ് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ കണ്ട് കുറേ വൈറ്റമിൻസൊക്കെ ഉള്ളതാണ്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിലിപ്പോൾ സത്യം പറഞ്ഞാൽ ആരുമില്ല, വീട് അടച്ചിട്ടുള്ള. എന്നാലും ഈ മരത്തിൽ എല്ലാ കൊല്ലവും അത്യാവശ്യം അവക്കാഡോ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൂത്തത് നോക്കിയിട്ട് പറിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ മൂത്തത് എങ്ങനെ ഒന്നും വലിയൊരു ഐഡിയ ഉള്ള സമയത്ത് ഉമ്മ എങ്ങനെയൊക്കെ പറിച്ച് അത് പൊതിഞ്ഞ് ഖത്തറിൽ എത്തിച്ചു തരുമായിരുന്നു. പിന്നെ ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഹസ്ബൻഡാണ് പറിക്കാറുണ്ടായത്. അപ്പോൾ ഇത്തവണ ഞാനും വാപ്പയും കൂടി ഒരു ശ്രമം നടത്തി മൂത്തതെന്ന് തോന്നുന്ന കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആകുമ്പോഴേക്കത് പഴുത്ത് വരാറാണ് സാധാരണ ഉണ്ടാവല്ലേ. ഇനി ഒരുപാടുണ്ട്. അതൊക്കെ പിന്നെ ഇനിയിപ്പം ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ഹസ്ബൻഡൊക്കെ വരുമ്പോഴേക്കെ ആവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വടകര പോയാൽ പിന്നെ അത് പറിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കിലോന് അവക്കാഡൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതിൻ്റെയൊക്കെ ഫുള്ള് ക്രെഡിറ്റ് ഉമ്മക്കാണ്. ഉമ്മ ഇതെങ്ങനെ നട്ടതെന്നോ തൈ നട്ടതാണോ കുരു നട്ടതാണോന്നൊന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇത് കുടിക്കാൻ